2004 ഡിസംബർ 26 ആഞ്ഞടിച്ച സുനാമി ആലപ്പാട്ട് ഗ്രാമത്തെ അടിച്ചു നിരത്തി. നൂറിലേറെ ആളുകൾ മരണപ്പെട്ടു. ആ തീരദേശത്ത് ഒരു കെട്ടിടം പോലും അവശേഷിക്കുന്നില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി. അമൃതാനന്ദമയി ആശ്രമത്തിൽ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്ന കുട്ടികളെ തേടി ഞങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അവിടെ അവർ കുട്ടികളെ കൊണ്ട് ചിത്രം വരപ്പിക്കുകയാണ്. ഞങ്ങളും അവരോടൊപ്പം ചേർന്നു. ഇത് വീട് അമൃതാശ്രമത്തിന്റെ താഴെ വരെ വെള്ളം വന്നിട്ടുണ്ട് അല്ലേ? എന്താ വരച്ചേക്കണേ? തേൻ കുടിച്ചോണ്ടിരുന്ന ചിത്രശലഭം പറന്നു പോകുന്നതായിട്ടും കടൽ വന്ന് ഈ വീടിൽ അടിച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ തെറിച്ചു പോകുന്നതും ജനലൊക്കെ പോകുന്നതായിട്ടും. ഒരു ചിത്രശലഭം വന്ന് പൂവിലിരുന്നിട്ട് തേൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുനാമി വന്നത്. അപ്പോൾ ചിത്രശലഭം പേടിച്ച് പറന്നു പോവാ. അപ്പോൾ ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടാൻ ആൾക്കാർ ഓടുന്നു. വീട്ടിലെ പാത്രങ്ങളെല്ലാം അടിച്ച് ചെതറാണ്. വേലിയൊക്കെ തകർന്നു പോയി. അമ്മ എന്താ വരച്ചേക്കണേ? സുനാമി വന്നപ്പോൾ വൃക്ഷങ്ങളും വീട്ടിലുള്ള പാത്രങ്ങളും റോഡിലൂടെ പോയ വാഹനങ്ങളും നഷ്ടപ്പെട്ടത്. അതല്ലേ? ഇപ്പോൾ ഇവിടെ അമ്മ ഒന്നേരം ടെറസിൻ്റെ മുകളിലായിരുന്നു. അതല്ലേ? പാത്രങ്ങളൊക്കെ വീണ് കിടപ്പുണ്ട്. ആൾക്കാർ ഓടി രക്ഷപ്പെടുന്നുണ്ട്. തെങ്ങൊക്കെ വീണ് മറിഞ്ഞു കിടപ്പുണ്ട്. ഇതെന്താ? ഒരു വാഹനത്തിൻ്റെ ചക്രമാണ്. ചക്രം ഊരി തെറിച്ച് പോവാണ്. വീട് മറിഞ്ഞു പോയി അല്ലേ? ഇതെന്താ? വീട് പൊളിഞ്ഞു പോയി അല്ലേ? തെങ്ങിനൊന്നും പറ്റിയിട്ടില്ല. ഇല്ല, നിറയെ തേങ്ങയുണ്ട്. തെങ്ങനെ സുനാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര വേഗമാണ് കാലം കടന്നു പോകുന്നത് അല്ലേ? ഇപ്പോൾ 22 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ കുട്ടികളൊക്കെ വളർന്നു വലുതായി ഏത് നിലയിൽ എവിടെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഇവരെ അറിയുമോ? ഇവരെക്കുറിച്ച് അറിയുന്നവർ ദയവായി കമന്റ് ചെയ്യുക. Thank you for watching.